ഓണനാളുകൾക്ക് മധുരം പകരാൻ ചെറിയൊരിടവേളയ്ക്ക് ശേഷം വള്ളിക്കോട് ശർക്കര വിപണിയിലേക്ക് മടങ്ങിവരുന്നു. വള്ളിക്കോട് പാടശേഖരങ്ങളിൽ കരിമ്പിന്റെ വിളവെടുപ്പും ശർക്കര ഉൽപാദനവും ആരംഭിച്ചു. പഴമക്കാരുടെ മനസ്സുകളിൽ ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ടാണ് വള്ളിക്കോട് ശർക്കരയുടെ മടങ്ങിവരവ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കരിമ്പ് കൃഷിക്കും ശർക്കര ഉൽപാദനത്തിനും പ്രശസ്തമായിരുന്നു വള്ളിക്കോട് ഗ്രാമം. എന്നാൽ കരിമ്പ് കൃഷി നിലച്ചതോടെ വള്ളിക്കോട് ശർക്കര പഴയ തലമുറക്കാരുടെ മനസ്സിലെ മധുരിക്കുന്ന ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു. എന്നാൽ 4 വർഷം മുൻപ് കൃഷി വകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു വിഭാഗം കർഷകരും കൈകോർത്തതോടെ വള്ളിക്കോട് ശർക്കരയും കരിമ്പ് കൃഷിയും മടങ്ങിയെത്തി. 2023-24 കാലഘട്ടത്തിൽ 10 ഹെക്ടറോളം കരിമ്പ് കൃഷിയും 10,000 ടൺ ശർക്കര ഉൽപാദനവും ഉണ്ടായിരുന്നുവെന്ന് വള്ളിക്കോട് കൃഷി ഓഫീസർ അനില ടി ശശി പറഞ്ഞു. കരിമ്പിനുള്ള സബ്സിഡികളെല്ലാം വളരെ ചുരുക്കമായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊരു സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ മുഖേനയോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിൽ പ്രോജക്റ്റുകളൊന്നും ഇങ്ങോട്ടേക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പഞ്ചായത്തിൽ ഒരു ഹെക്ടർ കരിമ്പ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് 10,000 രൂപ എന്നുള്ള സബ്സിഡി നിരക്ക്, അത് സബ്സിഡി നോം ഇതുവരെ മാറ്റിയിട്ടില്ല. പണ്ട് തൊട്ടേ തുടർന്ന് പോകുന്ന ഒരു നോം അനുസരിച്ചിട്ട് ഈ 10,000 രൂപ മാത്രമേ നമുക്ക് ഒരു ഹെക്ടറിലേക്ക് അനുവദിച്ച് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അത് എല്ലാ വർഷവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വിഹിതം കൂടെ ചേർത്ത് പ്രോജക്റ്റ് വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ശർക്കര ഉൽപാദനത്തിനായി കരിമ്പിന്റെ നീരെടുത്ത ശേഷം ഉണക്കിയെടുക്കുന്ന ചണ്ടിയാണ് തീ കത്തിക്കാനുള്ള ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മഴ കാരണം ചണ്ടി ഉണക്കാൻ കഴിയാതാകുകയും വൻ വില കൊടുത്ത് വിറക് വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പന്നിയുടെയും മറ്റു വന്യജീവികളുടെയും ശല്യം രൂക്ഷമായതിനാൽ കരിമ്പ് കൃഷിയിൽ പകുതി വിളവ് മാത്രമേ ഇക്കുറി ലഭിച്ചിട്ടുള്ളൂവെന്ന് മറ്റൊരു കർഷകനായ ഹരികുമാർ പറഞ്ഞു. 3 വർഷമായി ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയിട്ട്, ഇത് 3-ാം വർഷമാണ്. ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തും കൃഷിഭവനും കൂടെ നമ്മൾ സംയുക്തമായി ചേർന്ന് വള്ളിക്കോട് ബ്രാൻഡ് ശർക്കര നഷ്ടപ്പെട്ടു പോയ പ്രതാപം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അത് പുനരാരംഭിക്കണമെന്ന നിർബന്ധത്തിന് വഴങ്ങി. പിന്നെ ഞങ്ങൾ പണ്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ടും വീണ്ടും തുടങ്ങിയതാണ്. എന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് പന്നി, മറ്റ് വന്യജീവികളുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. ഈ വർഷം ഏതാണ്ട് പകുതി കൂടുതൽ കൃഷി ഞങ്ങളുടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം നമുക്ക് നഷ്ടമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇനി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എങ്കിൽ പോലും സ്വയം സഹിച്ചുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്ത് ശീലിച്ചതുകൊണ്ട് തുടരാൻ തന്നെ തീരുമാനമാണ് മനസ്സിൽ കിടക്കുന്നത്. കർഷകർ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും മായമില്ലാത്തതുമായതിനാൽ തന്നെ പാക്ക് ചെയ്ത് ഉടൻ വള്ളിക്കോട് ശർക്കര വിറ്റുതീരുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.